ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ anjusishoy. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർ ഓടിച്ച് പഠിക്കണം ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളൊരു വാഹനം ഓടിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാറിൽ നമ്മൾ ആദ്യം 3 കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരെണ്ണം ഗിയർ, അതേപോലെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, പിന്നെ സ്റ്റിയറിംഗ്. ഈ 3 നമുക്ക് ബാലൻസ് ആയി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു പെർഫെക്റ്റ് ഡ്രൈവർ ആവും. അതിൽ ഫസ്റ്റ് തന്നെ എടുത്ത് പറയുന്നത് ഗിയറിന്റെ പൊസിഷൻ. നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാന്ന് തന്നെ പറയും. ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഗിയറിന്റെ പൊസിഷനുകൾ. അതായത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ പലവട്ടം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ട് അത് കയറിക്കോളും. പിന്നെ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരിക്കലും ഗിയർ നോക്കിയിടാൻ പറ്റില്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഗിയറിലോട്ട് നോക്കി അതിൻ്റെ പൊസിഷൻ നോക്കി ഇടാൻ പറ്റില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നേരെ നമ്മൾ വ്യൂ ചെയ്യുന്നത് നേരെ ആയിരിക്കണം. അങ്ങനെ നേരെ നോക്കിയിട്ട് വേണം നമുക്ക് ഗിയർ ഇടാൻ. അപ്പം അത് നമ്മൾ വണ്ടി എടുക്കണതിന് മുന്നേ നമ്മൾ ആ ഗിയർ ഇട്ട് പഠിക്കണത് ഒരുപാട് നല്ലതായിരിക്കും. അതായത് നിർത്തിയിട്ടാണ് വണ്ടിയിൽ നമുക്ക് ഗിയർ ഇട്ടിട്ട് ട്രെയിൻ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ പറ്റണ ദോഷങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഗിയറിലോട്ട് നോക്കി ഗിയറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വണ്ടി വരാം, അല്ലെങ്കിൽ ടേണിങ്ങിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വണ്ടി കയറി വരാം. അപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കണവരാണെങ്കിൽ ആ വണ്ടി കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ച് അതൊരു അപകടത്തിലേക്ക് വഴിതിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഹമ്പ് വളവൊക്കെ വരുമ്പോൾ നമ്മൾ ഗിയർ മാറ്റുമ്പോഴേക്കും ഇങ്ങോട്ട് നോക്കിയൊക്കെ മാറ്റുമ്പോഴേക്കും നമ്മുടെ വണ്ടി കുറച്ചുകൂടി അധികം വിചാരിച്ച പോലെ അതിവിടെ വളച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗിയറിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബിഗിനേഴ്സിനും പറ്റണ അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങും പയ്യെ ഈ സൈഡിലോട്ട് തിരിഞ്ഞു. അതായത് നമ്മൾ ഈ നോക്കണതിനനുസരിച്ച് സ്റ്റിയറിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ ഗിയറൊന്നും ഇട്ട് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഗിയർ കൺഫ്യൂഷനും വരും. അപ്പം ഗിയറിലോട്ട് നോക്കും, വണ്ടി ചെരിഞ്ഞൊക്കെ പോകും. അതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ടിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കണേനും സ്റ്റാർട്ട് ചെയ്യണതിനും മുന്നേ ഗിയർ ഇട്ട് നമ്മൾ മനപ്പാടാക്കി വെക്കണം. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളോട് നമ്മൾ ടേബിളൊക്കെ ചോദിക്കില്ലേ, മാക്സിമം ടേബിൾ 2x5 3x5 എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ തന്നെ ഗിയർ സെക്കൻഡ് ഗിയർ ഇടാൻ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്ന് പറയുമ്പോൾ തേർഡ് ഗിയർ, അങ്ങനെ നമ്മൾ ഗിയർ ഏത് ഗിയർ ആയാലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പേന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് ഒരുപാട് സഹായമായിരിക്കും. ആക്കണില്ല, പറഞ്ഞ് വലിപ്പിക്കണമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് യൂസ് ചെയ്യണത് ഹോണ്ട സിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് കാണാം 6 ഗിയറാണ് ഉള്ളത്. തുടക്കക്കാർക്ക് ഈ 6 ഗിയർ ഇടേണ്ട ആവശ്യമില്ല. 4 ഗിയറിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് നിർത്തിയിട്ടാണ് വണ്ടിയിലാണ് ഗിയർ ഇട്ട് പഠിക്കാൻ. അപ്പോൾ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ക്ലച്ച് മുഴുവനായിട്ടും ചവിട്ടിയിട്ടുണ്ടാവണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഗിയർ ഇട്ട് പഠിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി എന്ന് ഉറപ്പാക്കണം. ഹാൻഡ് ബ്രേക്ക് എപ്പോഴും വലിച്ചിടണം, അല്ലെങ്കിൽ വലിയ സ്ലോപ്പിലാണ് വണ്ടി കിടക്കണമെങ്കിൽ വണ്ടി ഊർന്നു പോകും. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഗിയർ ഇട്ട് പഠിക്കാവൂ. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ ന്യൂട്രലിലോട്ടാക്കി. ന്യൂട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഗിയറിന് നമുക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഗിയർ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് എല്ലാ വണ്ടികളിലും ഗിയർ ലിവറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഗിയറിൻ്റെ പൊസിഷനുകൾ. ഇതിൽ ഫസ്റ്റ് മുകളിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. റിവേഴ്സ് ഗിയർ വന്നത് റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് താഴത്തോട്ട് ഇടുമ്പോഴാണ്. നമുക്ക് ഓരോ ഗിയർ ഇട്ട് നോക്കാം. ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നല്ലപോലെ ചേർത്ത് കൈയുടെ ഈ ഒരു പത്തി ഉപയോഗിച്ച് ഫ്രണ്ടിലോട്ടാക്കുക. ഇതാണ് ഫസ്റ്റ് ഗിയർ. സെക്കൻഡ് ഗിയർ ആക്കാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലോട്ടാക്കാം, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് താഴത്തോട്ടേക്ക്. ഇങ്ങനെ സെക്കൻഡ് ഇടാം. പക്ഷെ നോർമലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സെക്കൻഡ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൈയുടെ എന്താ പറയുക പാമ്പ് ഉപയോഗിക്കണില്ല. അപ്പം നിങ്ങൾക്ക് ഗിയർ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. ഞാൻ ഇച്ചിരി ഇറക്കി പിടിച്ച് കാട്ടിത്തരാം. അപ്പോൾ സെക്കൻഡ് ഇടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ചേർത്ത് 2 പ്രാവശ്യം താഴത്തോട്ടേക്ക് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ സെക്കൻഡ് ആവും. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ആവും. ഇനി തേർഡിലോട്ട് ആക്കാൻ വേണ്ടി ന്യൂട്രൽ പൊസിഷനിലോട്ട് വന്നു, ടോപ്പിലോട്ട് ആക്കുന്നു തേർഡ്. ഫോർത്ത് ആണെങ്കിൽ അവിടെ നിന്ന് നേരെ താഴത്തോട്ട്. ഫിഫ്ത്തിലോട്ട് ആക്കാൻ, ഫിഫ്ത്ത് എന്തായാലും തുടക്കക്കാർക്ക് ആവശ്യമില്ല, റൈറ്റ് സൈഡിലോട്ടാക്കി ടോപ്പ്. ആ ഒരു പൊസിഷൻ തന്നെ താഴത്തോട്ടായ 6th ആയി. ഇനി റിവേഴ്സ് ഗിയർ ഇടാൻ വേണ്ടി നമ്മൾ നല്ലപോലെ റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് താഴത്തോട്ടേക്ക് ആക്കുക. ഇതാണ് റിവേഴ്സ് ഗിയറിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്.
ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ന്യൂട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് ഗിയർ അനക്കാൻ പറ്റും. അതാണ് ന്യൂട്രൽ പൊസിഷൻ. നമ്മൾ ഫസ്റ്റ് ഗിയറിലായിരിക്കും വണ്ടി എടുക്കുന്നത്. ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന് മുകളിലോട്ടേക്ക് ഇടുമ്പോഴാണ് ഫസ്റ്റ് ഗിയർ വരുന്നത്. അവിടെ നിന്ന് നേരെ താഴത്തോട്ട് സെക്കൻഡ്, പിന്നെ ന്യൂട്രൽ പൊസിഷനിലോട്ട് ഇട്ടു നമ്മൾ. അവിടെ നിന്ന് മുകളിലോട്ട് ആകുമ്പോൾ തേർഡ്, ന്യൂട്രൽ പൊസിഷനിലോട്ട് വന്ന് നോർമൽ 4, താഴത്തോട്ടാക്കിയ 4. ഫിഫ്ത്തിലോട്ട് ഇടാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചേർന്ന് ടോപ്പിലോട്ടേക്ക് ഇടണം. 6th ആണെങ്കിലും റൈറ്റ് സൈഡിലോട്ട് ചേർന്ന് 6th. റിവേഴ്സ് ഗിയർ ഇടാൻ നമ്മൾ നല്ലപോലെ കണ്ട 6th ഒരു ഇച്ചിരി വന്നാൽ മതി. റിവേഴ്സ് ഗിയർ ഇടാൻ നല്ലപോലെ റൈറ്റിലോട്ട് ചേർത്ത് താഴത്തോട്ടേക്ക് ആക്കിയ റിവേഴ്സ് ഗിയർ. ഇങ്ങനെ നിങ്ങൾ ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഡ്രൈവിങ് ഈസിയാവും. ഇപ്പം നമ്മൾ ഗിയർ പൊസിഷൻ നോക്കാതെ നമ്മൾ അതിനെ മനസ്സിൽ വയ്ക്കുക തേർഡ് ഗിയർ. അപ്പോൾ നമ്മൾ നോർമലി തേർഡ് ഗിയറിലോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുക സെക്കൻഡ് ഗിയർ. അപ്പോൾ നമ്മൾ ഗിയറിലോട്ട് നോക്കാണ്ട് എന്താ സെക്കൻഡ് ഗിയർ. അങ്ങനെ നമ്മൾ ഇട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പം നമുക്ക് ഗിയർ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ഉറപ്പായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡൗൺവേർഡും വരേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ ഫോർത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ തേർഡിലോട്ടാക്കണം, സെക്കൻഡിലോട്ടാക്കണം. അപ്പോൾ 4th നിന്ന് തേർഡിലോട്ടാക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രൽ പൊസിഷൻ വന്നു, ടോപ്പിലോട്ട് ഒന്നും കൂടി ആക്കുക, തേർഡായി. ഇനി അവിടെ നിന്ന് സെക്കൻഡ് ആക്കണമെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലോട്ട് വന്ന് ലെഫ്റ്റ് ചേർത്ത് സെക്കൻഡ്. ഫസ്റ്റ് ആക്കണമെങ്കിൽ ന്യൂട്രൽ പൊസിഷൻ ലെഫ്റ്റ് ചേർത്ത് ടോപ്പിലോട്ട്. നമ്മൾ ഒരിക്കലും ഡൗൺവേർഡ് ചെയ്യുമ്പോൾ, അതായത് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഒരുപാട് ഗിയർ സ്കിപ്പ് ചെയ്തിടരുത്. ഇപ്പം നമ്മുടെ ഈ ഒരു വണ്ടി 6th ഗിയറിലാണ് ഓടണേന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരിക്കലും 6th ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലോട്ട് ആക്കാൻ പാടില്ല. 6th നിന്ന് 5th ആക്കി, 4th ആക്കി, 3rd ആക്കി അങ്ങനെ വരണം. അല്ലെങ്കിൽ നമുക്ക് എൻജിൻ ബ്രേക്ക് വന്ന് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. അപ്പം നിങ്ങൾ ഗിയറെല്ലാം ഇട്ട് പഠിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഗിയറിൻ്റെ അടിയിലോട്ടൊക്കെ നീക്കി കുറച്ച് പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ നമ്മുടെ പാം വെച്ച് തന്നെയാണ് ഓരോ ഗിയറും ഇടേണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റോട്ടിലോട്ട് ഇറങ്ങുക. അത് നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിക്കൽ ഇത്തിരി കൂടി ഈസി ആക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പേടി ഇല്ലാണ്ടിരിക്കും. കാരണം ഒരു ഗിയർ ഇട്ടാൻ പഠിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ ഒരു 60% കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനലിൽ കൂടുതലും വെഹിക്കിൾ റിലേറ്റഡ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോയുമായി ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.